ഞാനിന്നിരിക്കുന്ന ഒരു നമ്മളെ നാടെങ്ങും ഓണം ആഘോഷിക്കുമ്പോൾ ഇവിടെ ചികിത്സയ്ക്കായിട്ട് വളരെ വഴിമുട്ടി നയിക്കുന്ന ഒരു നിരാലംബരായ ഒരു കുടുംബത്തിൽ വലിയച്ചിറ. കാരണം എന്ന് പറഞ്ഞാൽ ഈ മണ്ണഞ്ചേരി തെക്കേ തറമൂട്ട്, കാവങ്കൽ തെക്കേ തറമൂട്ടിനടുത്തുള്ള വലിയച്ചിറ എന്നൊരു വീട്ടിലാണ് ഞാൻ. ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണ് എന്നെ ഈ വീട്ടിൽ കൊണ്ടുവന്നത്. കാരണം ഇവിടുത്തെ സംഗീതയ്ക്ക് 19 വയസ്സായ ചിത്രകാരിയായ അവളുടെ ചിത്രങ്ങളാണ് നിങ്ങൾ ഈ കാണാൻ പോകുന്നത്. അപ്പോൾ ആ ചിത്രങ്ങളെ കണ്ടപ്പോഴത്തേക്കും ചിത്രം വരയ്ക്കുന്നത്, പക്ഷേ അതിൻ്റെ പിന്നിലുള്ള രോഗവിവരങ്ങളാണ് ഇവർ അമ്മയും ഇവരെല്ലാം മെമ്പറും എല്ലാം വിശദീകരിച്ചത്. ആ സംഗീതയ്ക്ക് ചികിത്സയ്ക്ക് തന്നെ 15,000 രൂപയോളം വരുന്നു. അമ്മുമ്മയ്ക്ക് 18,000 രൂപയോളം ഒരു മാസത്തെ ചിലവ് വരും ഇവർക്ക്. അതിനുവേണ്ടി നമ്മൾ ഈ ഓണം ആഘോഷിക്കുമ്പോൾ നമ്മളാൽ കഴിയാവുന്നവരെല്ലാം ഞാനും ചേരാൻ നിങ്ങളുടെ കൂടെ നമുക്ക് കൈകോർത്ത് പിടിച്ച് ഈ കുടുംബത്തെ എങ്ങനെ രക്ഷപ്പെടുത്താം. കാരണം സംഗീതയ്ക്ക് പഠിക്കണമെന്നുള്ള ആഗ്രഹങ്ങളുണ്ട്. കാരണം രവിവർമ്മ ചിത്രങ്ങൾ, കാരണം മാവേലിക്കര പോയി പഠിക്കണമെന്നുണ്ട്, അനിയനെ പഠിപ്പിക്കണം, അങ്ങനെ വിവിധ പരിപാടികളുണ്ട്. കാരണം മെമ്പർ തന്നെ പറഞ്ഞു, കാരണം മെമ്പറിനെ ഇത് വല്ല ഓപ്പറേഷൻ ആണെങ്കിൽ എത്ര ലക്ഷം രൂപ വേണമെങ്കിലും അവർക്ക് പിരിവെടുത്ത് നടത്താം. പക്ഷേ മാസം തോറും ഇങ്ങനെ 18,000 രൂപ ആരിൽ നിന്നും വാങ്ങാനാണ്. അപ്പോൾ നമ്മൾ ഇവരുടെ അക്കൗണ്ട്, ഞാൻ മാതൃഭൂമിയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇതിനെക്കുറിച്ച് വാർത്ത കൊടുത്തിട്ടുണ്ട്. അതിന് ഇവരുടെ ഫോൺ നമ്പറിലേക്ക് നിങ്ങൾക്ക് GPay ചെയ്യാം, അല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിൽ ഒരു അക്കൗണ്ടും കൊടുത്തിട്ടുണ്ട്. ആ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് തുക അങ്ങോട്ട് ചെയ്യാവുന്നതാണ്. നമുക്കെല്ലാവർക്കും ഒത്തുചേർന്ന് ഈ കുടുംബത്തെ രക്ഷിക്കാം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാം. ഞാൻ മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ 3-ാം വാർഡിലെ മെമ്പറാണ്. എൻ്റെ പേര് സുനിൽകുമാർ എന്നാണ്. എൻ്റെ വാർഡിലെ ഏറ്റവും നിർദ്ധനരായ ഒരു കുടുംബത്തിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഇവിടുത്തെ ഗൃഹനാഥയുടെ പേര് ഗീത എന്നാണ്. ഗീത ഈ തൊഴിലുറപ്പിനൊക്കെ പോയി കിട്ടുന്ന വരുമാനം മാത്രമാണ് ഈ കുടുംബത്തിൻ്റെ ഏക വരുമാനം എന്ന് പറയുന്നത്. ഗീതയുടെ മകള് സംഗീത ജന്മന ഹൃദയ സംബന്ധമായ അസുഖമുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയുടെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഒരു 14,000 രൂപയോളം ആ കൊച്ചിന് ഒരു മാസം ചികിത്സാ ചെലവ് വേണ്ടി വരുന്നുള്ളതാണ്. അതുപോലെ ഗീതയ്ക്ക് മറ്റു വരുമാനങ്ങളൊന്നുമില്ല. അമ്മയും ഇതുപോലെ തന്നെ 80 വയസ്സ് കഴിഞ്ഞ് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ഇപ്പോൾ ചികിത്സയിലാണ്. അപ്പോൾ രണ്ടുപേരുടെയും കൂടി മരുന്നിന് തന്നെ 18,000 രൂപയ്ക്ക് മുകളിൽ വരും. അപ്പോൾ ഗീതയ്ക്ക് ഇപ്പോൾ തൊഴിലുറപ്പ് പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ നാട്ടുകാരൊക്കെ ചെയ്ത സഹായങ്ങളൊക്കെ ചെറിയ സഹായങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഒരു മരുന്ന് വാങ്ങുകയും ഇടയ്ക്കിടയ്ക്ക് ശ്രീത്രയിൽ പോയി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേണ്ടി പോവുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ട് അവർക്കുണ്ട്. അപ്പോൾ അവരൊന്ന് സഹായിക്കുക എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് നമ്മളിങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ഒരു സംരംഭത്തിന് ഇറങ്ങി തിരിഞ്ഞിരിക്കുന്നത്. മറ്റ് സോഴ്സുകളിൽ നിന്നൊക്കെ ഒരുപാട് സഹായങ്ങൾ അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ കിട്ടുന്ന സഹായമൊന്നും പര്യാപ്തമല്ലെന്നുള്ളതൊക്കെയാണ് അതിൻ്റെ അവസ്ഥ. സംഗീതയ്ക്ക് എന്നാണ് ഈ അസുഖം കണ്ടു തുടങ്ങിയത്? എത്ര വയസ്സുള്ളതാണ്? 4 വയസ്സുള്ളപ്പോഴാണ് കണ്ടുപിടിക്കുന്നത്. 4 വയസ്സുള്ളപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ശ്രീത്രയിലോട്ട് വിട്ടിട്ട് ഇപ്പോൾ 16 വർഷമായിട്ട് ശ്രീത്രയിൽ ചികിത്സയിലാണ്. എന്തായിരുന്നു അസുഖം? എന്തായിരുന്നു അവർക്ക്? എപ്പോഴും പനി വരുമായിരുന്നു, അതാണ് തുടക്കം. അങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ പനി വന്നത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എക്കോ എടുത്ത് നോക്കിയത്. അപ്പോഴാണ് ഹാർട്ടിന് പ്രശ്നമാണ്, രക്തധമനിക്ക് പ്രശ്നമാണ്. 5 ഹോളും ഉണ്ടായിരുന്നു, അതിൽ 2 എണ്ണം അടച്ചിട്ടുണ്ട്. ഇപ്പം നിലവിൽ 3 ഹോളും ഉണ്ട്. ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. മരുന്നുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. മോളിപ്പോൾ പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നില്ല, വരയ്ക്കുന്നുണ്ട്. എന്തുവരെ പഠിച്ചായിരുന്നു? +2 വരെ പഠിച്ചു. പിന്നെ ആരോഗ്യ പ്രശ്നം കാരണം പോകാൻ പറ്റിയില്ല. അവൾക്ക് വരയ്ക്കുന്ന കോളേജിൽ പോകണമെന്നാണ് അവിടെ ആഗ്രഹം. ആരോഗ്യ പ്രശ്നം മൂലം പോകാൻ പറ്റാതായി. അനിയനോ? അനിയൻ +2 പാസ്സായി നിൽക്കുകയാണ്. അവൻ്റെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചങ്ങനെ നിൽക്കുവാണ്. വിടണം അവനെ, അതിനുള്ള ബുദ്ധിമുട്ടിലുമാണ് ഞാൻ. അച്ഛൻ മരിച്ചിട്ട് എത്ര വർഷമായി? 6 വർഷമായി. ഈ ഡിസംബർ വരുമ്പോഴേക്കും 6 വർഷമാവും. അച്ഛൻ എന്ത് ജോലിയായിരുന്നു? ഡ്രൈവറായിരുന്നു. അച്ഛനായിരുന്നപ്പോൾ ആ ഡ്രൈവറിൻ്റെ ആ പൈസ കൊണ്ട് നിങ്ങൾ ഈ മരുന്ന് മേടിക്കാനൊക്കെ നിങ്ങൾക്ക് സഹായങ്ങൾ കിട്ടുമായിരുന്നു. അപ്പോൾ അച്ഛൻ പോയി കഴിയുമ്പോൾ 6 വർഷമായപ്പോൾ സാമ്പത്തികമായിട്ട് ഇപ്പോൾ സാമ്പത്തികം എങ്ങനെ കണ്ടെത്തുന്നു? ഇപ്പോൾ എനിക്ക് തൊഴിലുറപ്പ് മാത്രമാണ് ഉള്ളത്. പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടെല്ലാം അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കടം മേടിച്ചും കാര്യങ്ങളുമൊക്കെ ഓരോരുത്തർ സഹായിച്ചിട്ടൊക്കെയാണ് മരുന്നിൻ്റെ കാര്യങ്ങൾ പോകുന്നത്. 14,500 രൂപ അവർക്ക് തന്നെ ആകും. അമ്മയുടെയും കൂടെ മരുന്നിനാകും 18,000 രൂപയ്ക്ക് മുകളിൽ വരുന്നുണ്ട് മരുന്നിന്. അമ്മയ്ക്ക് എന്താ? അമ്മയ്ക്കും 2 ഹാർട്ട് അറ്റാക്ക് 2 എണ്ണം വന്ന് ഇരിക്കുവാണ്. അപ്പോൾ അത് ചികിത്സയിലാണ്. ഇനി
അങ്ങോട്ട് മരുന്ന് കഴിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. രണ്ടുപേരുടെ മരുന്ന് കഴിച്ച് ഞാൻ വളരെ വിഷമിക്കുകയാണ്. ഇപ്പോൾ മെമ്പറെ ഈ പിന്നെ നമ്മളിപ്പോൾ ഓപ്പറേഷൻ അവല്ലായിരുന്നെങ്കിൽ നിങ്ങൾ പണം കണ്ടെത്തുമായിരുന്നു. അതെ, ഒരു വലിയ തുക കണ്ടെത്താൻ ഇപ്പോൾ പഞ്ചായത്ത് തലത്തിലൊക്കെ നമ്മളൊരു ശ്രമം നടത്തിയാൽ കുറച്ച് എമൗണ്ട് കളക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഈ ഒറ്റ തുകയും അല്ലെങ്കിൽ ഒരു ഓപ്പറേഷന് വേണ്ടി വരുന്നൊരു വലിയ എമൗണ്ട് ഒരുമിച്ച് വേണ്ടാത്തൊരു സാഹചര്യം ഈ ഇതേ സംബന്ധിച്ചുള്ള പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. കാരണം അല്ലെങ്കിൽ നമ്മളൊരു ഫണ്ട് സംഭരിക്കാനെന്ന് പറഞ്ഞ് വേണം ഫീൽഡിലാണെങ്കിലും ഇറങ്ങാൻ. അപ്പോൾ ആ ഒരു വിഷയം നമുക്കുണ്ട്. ഇപ്പോൾ പല രോഗികൾക്ക് ഇപ്പോൾ ആക്സിഡൻറ്റ് വന്നവർക്കും ഒക്കെ നമ്മുടെ ബ്രാഞ്ചിൽ നമ്മുടെ ഈ വാർഡിൽ നിന്നും മറ്റു വാർഡുകളിൽ നിന്നൊക്കെ ആയിട്ട് നമ്മൾ പണം കണ്ടെത്തി അവർ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓപ്പറേഷനൊന്നും വേണ്ടാത്തൊരവസ്ഥ ഉള്ളതുകൊണ്ട് ചെറിയ സഹായമല്ലേ എന്നുള്ളത് ഒരു മനോഭാവമാണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷെ ഇത് എല്ലാ മാസവും ഈ തുക വേണ്ടി വരും എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അതിനൊക്കെ ഒരു വരുമാനവും ഇല്ലാത്ത ഒരവസ്ഥയും. അപ്പോൾ അതാണ് അവരെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത്. ഇനി നമ്മുടെ സംഗീരെ നമുക്ക് കാണാം. സംഗീരെ പിന്നെ ഇന്ന് പാസ് ഔട്ടായ റെഡി +2 കഴിഞ്ഞത്. പഠിക്കാൻ പോകാൻ പറ്റുന്നില്ല, അസുഖം കാരണം നടക്കാനൊന്നും പറ്റുന്നില്ല, ശ്വാസമുട്ടുള്ളതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഈ ചിത്രം വരയ്ക്കാൻ തുടങ്ങിയ എത്ര വയസ്സ് തൊട്ട്? 2ാം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ടാണ്. 2ാം ക്ലാസ് തൊട്ട് പഠിക്കാൻ തുടങ്ങി. ആദ്യം എന്താ വരച്ചു തുടങ്ങി? തൃശ്ശൂർ പൂരത്തിൻ്റെതായിട്ടൊരു എക്സിബിഷൻ്റെ പോലത്തെ വന്നായിരുന്നു. അപ്പോൾ അതിന് വരച്ച് അതിന് 1ാം സ്ഥാനം കിട്ടിയായിരുന്നു. അങ്ങനെ എക്സൈസ് ഓഫീസിലൊക്കെ പോയി 1ാം സ്ഥാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. വരച്ച് അങ്ങനെ പലയിടത്തും പോയിട്ടുണ്ട്. പിന്നെ കൊറോണ സമയത്ത് എന്താ വരച്ചത്? ബോട്ടിൽ വെച്ച് ബോട്ടിലില്ല അല്ലേ? അങ്ങനെയുണ്ടോ? ബോട്ടിലിൽ വരച്ച് വെച്ചിരിക്കുന്ന ചിത്രങ്ങൾ. ഇത് പിന്നെ സംഗീതയ്ക്ക് കിട്ടിയ സമ്മാനങ്ങളല്ലേ? സംഗീതയുടെ അച്ഛൻ ഇതാണ്. ക്യാൻവാസ്. ഇത് സംഗീതയുടെ അച്ഛൻ്റെതും അച്ഛൻ്റെ അമ്മയുടെയും ചിത്രം. ഇത് പെൻസിൽ ഡ്രോയിങ്ങിൽ ഇത് വരച്ചത് എത്ര ആളായി? 2 വർഷമായി. ഇത് സംഗീത വരച്ച കുറച്ച് ചിത്രങ്ങളൊന്ന് കാണിച്ചാൽ. ഈ ക്യാൻവാസിൽ ഈ ചിത്രം വരയ്ക്കുമ്പോഴേ അത് എത്ര ദിവസം എടുക്കും ഒരെണ്ണം വരയ്ക്കാനായിട്ട്? ആരോഗ്യ പ്രശ്നം ഇല്ലെങ്കിൽ നേരത്തെ കഴിയും, അല്ലെങ്കിൽ പതിയെ ചെയ്യുള്ളൂ. എന്നിട്ട് എത്ര ദിവസം എടുക്കും? ഒരാഴ്ചയൊക്കെ എടുക്കും. ഇത് കൂടുതൽ വിൽക്കുക? ഇത് ആൾക്കാർ ചോദിക്കാണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ കൊടുക്കും. അതുപോലെ ഈ പെൻസിൽ ഡ്രോയിങ് ഉണ്ടല്ലോ, ഇപ്പോൾ അച്ഛൻ്റെ അമ്മൂമ്മയുടെ വരച്ചിരിക്കുന്നുണ്ട്. ആ ചിത്രങ്ങൾ അതുപോലെ ചിത്രങ്ങൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അതും വരച്ച് കൊടുക്കുമല്ലേ? കൊടുക്കും. അവർ തരുന്നത് എന്താണെന്ന് വെച്ചാൽ മേടിക്കും. അല്ലാതെ ഇന്ന വെച്ചിട്ട് ഇന്ന പോലെ വില പേശുന്ന ഒരു ഇതില്ല. നമുക്ക് മരുന്ന് മേടിക്കാനുള്ള പണം കൂടി അമ്മയെ ബുദ്ധിമുട്ടിക്കാതെ കുറച്ച് പൈസ കണ്ടെത്തുകയാണ്. ഇനിയിപ്പോൾ എവിടെ പോയി പഠിക്കണമെന്നാണ് താല്പര്യം? കോളേജിൽ പഠിക്കണമെന്നുണ്ട്. അനിയന് ഇതുപോലുള്ള കലാവാസന എന്തെങ്കിലും ഉണ്ടോ? അവന് എന്ത് പഠിക്കണമെന്നാണ്? വരയ്ക്കും. അവനെവിടെ ഇത് കഴിഞ്ഞിട്ട് എവിടെ പഠിക്കണം, എങ്ങനെ പഠിക്കണമെന്നാണ് അവൻ്റെ താല്പര്യം? ഏത്? CNC എന്ന് പറഞ്ഞാൽ അത് കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോളിങ്, മെഷീൻ ഓപ്പറേറ്റർ കമ്പ്യൂട്ടറിൻ്റെ ആയിട്ടുള്ളത്. സാമ്പത്തിക പ്രശ്നത്തിനും അവനും പോകാതെ നിൽക്കുക. ശരിയാണ്, അതെല്ലാം ശരിയാകും കേട്ടോ. ഓക്കെ. ഇത് അച്ഛനും മോളും കൂടിയാണ് അല്ലേ? അച്ഛനും അമ്മയും കൂടിയാണ്.